4 പ്രാവശ്യം 4 പേരെ സ്തോത്രം പിതാവായ ദൈവം വിളിച്ചു. അബ്രഹാമേ അബ്രഹാമേ, യാക്കോബേ യാക്കോബേ, മോശെ മോശെ, ശമൂവേലേ ശമൂവേലേ. 4 പേരെ പിതാവായ ദൈവം വിളിച്ചു. പക്ഷെ പുത്രൻ വിളിച്ചത് മാർത്തേ മാർത്തേ, ശിമോനെ ശിമോനെ, ശൗലേ ശൗലേ. സ്തോത്രം 3 പേരെ പുത്രൻ വിളിച്ചുള്ളൂ. മാർത്തേ മാർത്തേ, ശിമോനെ ശിമോനെ, ശൗലേ ശൗലേ. ഇനി ഒരാളിനെ കൂടെ വിളിക്കണമല്ലോ. അവൻ മനുഷ്യനെയല്ല വിളിച്ചു, സ്വർഗത്തേക്ക് നോക്കി വിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? സൂര്യൻ ഇരുണ്ടു. ഇരുട്ടത്താണ് ആ നിലവിളി. ഇരുട്ടിൽ കരഞ്ഞ ആരെയിലുണ്ടോ? 3 മണിക്കൂർ നേരമായിരുന്നു പ്രകാശം ഉണ്ടായിരുന്നു. അടുത്ത 3 മണിക്കൂർ നേരം. ഒരു ട്രാൻസ്ലേഷനിൽ പണ്ട് ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, പല ആവർത്തി നിലവിളിച്ചെന്ന്, പല പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചെന്ന്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ. അതിന് മുൻപ് ഒരു പ്രാവശ്യം പോലും ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല. അവൻ വിളിച്ചത് എൻ്റെ പിതാവേ എന്നാണ് വിളിച്ചത്. മനുഷ്യരായിട്ടുള്ള നമ്മളാണ് ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നത്. പക്ഷേ യേശു കർത്താവ് സ്തോത്രം ഒരേ ഒരു പ്രാവശ്യം അവൻ നിലവിളിച്ചു ചോദിച്ചു, വായ്, എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? കാരണം ഈ പുസ്തകം അറിയാമെന്നുള്ളതുപോലെ ഒക്കെ ഞാൻ ജീവിച്ചു. എന്നെക്കുറിച്ച് എഴുതിയത് ഒന്നും ഞാൻ തെറ്റിച്ചില്ല. ദൈവവചനപ്രകാരമായിട്ടാണ് ഞാൻ ജീവിച്ചത്. നീ പറഞ്ഞതുപോലെ ഞാൻ പ്രസംഗിച്ചു, നീ പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചു, നീ പറഞ്ഞതുപോലെ ഞാൻ ശുശ്രൂഷിച്ചു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അവസ്ഥ എനിക്ക് വന്നത് എന്ന ക്രമത്തിൽ വായ്, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? ഓക്കെ, കർത്താവ് ചോദിച്ചതുപോലെ സ്തോത്രം, കർത്താവ് ആ പരാതിയുടെ പ്രാർത്ഥന പറഞ്ഞതുപോലെ സംടൈംസ് സ്തോത്രം നമ്മൾ ഒരു പക്ഷേ ദൈവത്തോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചോദിച്ചു പോയിട്ടുണ്ട്, എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇന്ന് സ്തോത്രം, ദൈവത്തെ ഒരു പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് എന്തുകൊണ്ട് എന്ന് ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. എത്ര കൊടുങ്കാറ്റ് വന്നാലും എത്ര പെരുങ്കാറ്റ് വന്നാലും ദൈവത്തെ ഒരിക്കലും ഒരു പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് പറ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാൻ ദൈവം നമ്മെ വിളിച്ചിട്ടേ ഇല്ല. മൂത്തമ്പക്കൽ സാധു കൊച്ചു കുഞ്ഞു ഉപദേശി പാടിയതുപോലെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന ചോദ്യം ചെയ്യല്ലേ, പാനം ചെയ്തോളാം. ചോദ്യം ചെയ്യല്ലേ, പാനം ചെയ്തോളാം. ദാറ്റ്സ് ഓൾ. കാരണം തെറ്റ് പറ്റാത്ത ഒരു ദൈവം നമുക്കുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ഭവിച്ചെങ്കിൽ സ്തോത്രം, പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ അതിനപ്പുറത്ത് നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും.